ഇന്ന് ദുഃഖവെള്ളിയാഴ്ച. നമ്മളിന്ന് അടിമാലി സെൻറ്റ് തോമസ് ഓക്ടോസ് പള്ളിയിലെ ദുഃഖവെള്ളിയാഴ്ചയിലെ ശുശ്രൂഷകളാണ് കേട്ടോ നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. രാവിലെ 8 മണിക്ക് ആരംഭിച്ച് വൈകുന്നേരം 3 മണിക്കാണ് നമ്മുടെ ഈ ശുശ്രൂഷകൾ അവസാനിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ വേറെ കുറച്ച് പള്ളിയിൽ ശുശ്രൂഷകൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. സെഹിയോൻ കോട്ടയുടെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്റെ സ്ലീബായെ തോളിൽ വഹിച്ചു. സങ്കടത്തോടെ തന്നെ കുറിച്ച് കരയുവാൻ എബ്രായ സ്ത്രീകൾ കൂട്ടമായി കൂടി. തന്റെ മാതാവും അവളെ അറിയുന്ന എല്ലാവരും ദൂരെ നിന്നു. മാതാവ് വലിയ സങ്കടത്തോടും ദുഃഖത്തോടും കൂടെ, എന്റെ പുത്ര നീ എവിടേക്ക് പോകുന്നു? എന്റെ വാത്സല്യവാനേ നീ എവിടേക്ക് പോകുന്നു? ഇവർ നിന്നെ എവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു എന്ന് പ്രാവിനെ പോലെ മുറുകി കരയുവാൻ തുടങ്ങി. അയ്യോ, നിഷേധികളായ ജനത്തിന്റെ കയ്യിൽ നീ നിന്നെ എന്തിന് ഏൽപ്പിച്ചു കൊടുത്തു? എന്റെ പുത്ര എനിക്ക് കഷ്ടം, എന്റെ വാത്സല്യവാനേ എനിക്ക് കഷ്ടം. ഇന്ന് നിനക്ക് എന്ത് സംഭവിച്ചു? ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടായ നിന്റെ കഷ്ടാനുഭവം ഞങ്ങളെ പ്രതിയുള്ള നിന്റെ താഴ്മയും വാഴ്ത്തപ്പെട്ടതാകുന്നു. നമ്മുടെ പള്ളിയിൽ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് കുറച്ച് പള്ളികളാണെന്ന് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് സെൻറ്റ് ജോർജ് ജാക്കബൈറ്റ് കത്തീഡ്രൽ പള്ളിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അവിടുത്തെ ശുശ്രൂഷയാണ്. അതിനുശേഷം ഞങ്ങളെ ബാക്കി കാണിച്ചു തരാം. വിലപിക്കുന്ന സ്ത്രീകളും അവനെ അനുഗമിച്ചുണ്ടായിരുന്നു. യേശുബ്രാൻ അവരുടെ നേരെ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു: ഊർസിലെ പുത്രിമാരെ, നിങ്ങൾ എന്നെ കുറിച്ച് കരയേണ്ട. നിങ്ങളെ കുറിച്ചും നിങ്ങളുടെ മക്കളെ കുറിച്ചും കരയുവിൻ. എന്തെന്നാൽ ഇതാ വന്ധ്യകൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും കുടിപ്പിക്കാത്ത മുതകൾക്കും ഭാഗ്യം എന്ന് പറയേണ്ടുന്ന ദിവസങ്ങൾ വരുന്നു. സമയവുമായിരുന്നതുകൊണ്ട് ഈ മേലെഴുത്ത് യഹൂദന്മാർ അനേകം വായിച്ചു. അതിൽ എബ്രായ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും ലത്തീൻ ഭാഷയിലും എഴുതിയിരുന്നു. യഹൂദ പ്രധാന ആചാര്യന്മാർ പീലാത്തോസിനോട്, ഇവൻ യഹൂദന്മാർ രാജാവാകുന്നു എന്നല്ല, ഞാൻ യഹൂദൻ പറഞ്ഞു. അപ്പോൾ പീലാത്തോസ്, ഞാൻ എഴുതിയത് തന്നെ എന്ന് പറഞ്ഞു. പഴയാളികളെ 3 ദിവസം കൊണ്ട് അതിനെ നിർമ്മിക്കുകയും ചെയ്യുന്നവരെ, നീ നിന്നെ തന്നെ രക്ഷിക്കുക. കുരിശിലും ഇറങ്ങി ഫാത്തിമ മാതാ ഫെറോന പള്ളിക്ക് മുമ്പും പറ ആണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് യാക്കോബായ സൊറിയാനിപ്പള്ളി കൂമ്പമ്പാറയാണ് കേട്ടോ. ബുദ്ധിഹീനതയാപോലെ സകലത്തെയും പാപം നൽകുകയും തന്റെ വ്യാപാരത്താൽ രഹസ്യബോധമായ സ്മറിയും വെള്ളവും നാമനമായി നന്നായി വീഴും.
നമ്മുടെ നമുക്ക് വേണ്ടി നാം ചെയ്ത വ്യാപാരത്തിന് വേണ്ടി നാം തനിക്കുന്നുണ്ട് പിതാവിനും തന്റെ പരിശുദ്ധമായിരിക്കും വന്ദനമാകണം പാടുന്നു. നമ്മളിപ്പോൾ സെൻറ്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളി തൂക്കുവറയിലാണ്. അപ്പോൾ പള്ളിയിൽ നടക്കുന്ന ശുശ്രൂഷകൾ നമുക്ക് കാണാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് തൂക്കുവറയാണ്. അതിൻ്റെ ദുഃഖവെള്ളിയാഴ്ച പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടുത്തെ പള്ളിയിലെ വേളെല്ലാം രാവിലെ കഴിഞ്ഞു കേട്ടോ. തിയത്തയാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് തൂക്കുപാറ തിയത്ത ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിപ്പമുള്ള തിയത്തയാണെന്ന് പറയുന്നു. അതിന്റെ സത്യാവസ്ഥ നമ്മൾക്ക് അറിയില്ല. എവിടെയുള്ളവരെല്ലാം പറയുന്നു. പിയാത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുരിശ് മരിച്ച യേശുവിനെ കുരിശേന്ന് ഇറക്കി മാതാവിന്റെ മടിയിൽ കിടത്തുന്നതാട്ടോ. അതിന് രൂപം കുത്തിവെച്ചേക്കുന്നതിനാണ് പിയാത്ത എന്ന് പറയുന്നത്. നമുക്ക് എൻ്റെ അടുത്ത് കാണാം. ഇതൊരു വലിയൊരു കുളമാണ് ഈ പിയാത്തയ്ക്ക് ചുറ്റും. കുളത്തിന്റെ നടുക്കാണ് പിയാത്ത സെറ്റ് ചെയ്യുന്നത്. ഈ കുളത്തിൽ നിറയെ വലിയ മീനുകളുണ്ട്. ഗോൾഡ് ഫിഷ് അങ്ങനെയുള്ള മീനുകളുണ്ട്. ഇപ്പം കാണാൻ പറ്റുന്ന വെയിലായതുകൊണ്ട് മീനുകളൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പം തൂക്കുപാറ ടൗണിൻ്റെ വ്യൂ ആണ് ഈ കാണുന്നത്. ആകാശ കാഴ്ച കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല ഹൈറ്റിലാണ് കേട്ടോ പള്ളി ഇരിക്കുന്നത്. റോഡിന് നല്ല ഹൈറ്റിലാണ് പള്ളി ഇരിക്കുന്നത്. തിയേറ്ററെ ചുറ്റിനും പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വെള്ളച്ചാട്ടം, ഒരു കുരിശും തൊട്ടി പോലെ ഉണ്ടാക്കി വെച്ചാൽ അതിൻ്റെ മുകളിൽ നിന്ന് വെള്ളച്ചാട്ടത്തിനുള്ള പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ അടുത്ത് കാണിച്ചു തരാം. അത് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നുള്ള വെള്ളമാണ് ഈ കുളത്തിൽ മീനിൻ്റെ കുളത്തിലേക്ക് വരുന്നത്. ഈ അകത്തയുടെ ഒരു സൈഡ് വ്യൂ ആണ്. ഇപ്പം നമ്മളുള്ളത് തൂക്കുപാറ ലാറ്റിൻ ചർച്ചിലാണ് കേട്ടോ. അവിടെ നമുക്ക് ആരെയും കാണാൻ സാധിക്കുന്നില്ല. ഈ RC പള്ളിയിലുള്ള ശുശ്രൂഷകളെല്ലാം രാവിലെ തന്നെ കഴിയും കേട്ടോ. അപ്പോൾ ഈ കുരിശുമല കയറ്റമൊക്കെ രാവിലെ തന്നെ കഴിയും. ഈ പീഡാനുഭവ ശുശ്രൂഷയും പിന്നെ കുരിശുമല കയറുവാനാണ് കത്തോലിക്ക പള്ളിയിൽ മെയിനായിട്ടുള്ളത്. അതെല്ലാം രാവിലെ കഴിയും. നേരത്തെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വെയിലിൻ്റെ കാഠിന്യം കൊണ്ടായിരിക്കാം എല്ലാം രാവിലെ തന്നെ കഴിഞ്ഞു. രാവിലെ തൊട്ട് ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ പള്ളിയുടെ അകമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. നല്ല രസമുണ്ട് പള്ളി കാണാൻ. അപ്പോൾ ഇവിടുത്തെ ശുശ്രൂഷകൾ ഇനി രാവിലെ കഴിഞ്ഞതാണോ അതോ ഇനി ഈവനിങ്ങിലാണോ എന്ന് നമുക്കറിയില്ല കേട്ടോ. നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല. ഒരുപക്ഷെ കഴിഞ്ഞതായിരിക്കാം, ഇല്ലെങ്കിൽ വൈകുന്നേരം ആയിരിക്കാം. നമ്മളിപ്പോൾ കുത്തുപാറ പള്ളിയിലേക്കാണ് പോണേ. സെൻറ്റ് ജോസഫ് ചർച്ച് കുത്തുപാറ, വെള്ളത്തൂരിൻ്റെ അടുത്ത്. നമ്മളിപ്പോൾ കുത്തുപാറ സെൻറ്റ് ജോസഫ് കാത്തലിക് ചർച്ചിലേക്കാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കാണാൻ നല്ല മനോഹരമായ കൊത്തുപണികളൊക്കെ ചെയ്ത നല്ല അതിമനോഹരമായൊരു ചർച്ച കേട്ടോ.
ഇവിടുത്തെ കുരിശുമല കയറുന്നത് ചതുരംഗപ്പാറയിലേക്കാണ് കേട്ടോ. നമ്മളവിടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ചതുരംഗപ്പാറയിലുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ മലയുടെ മുകളിലോട്ടാണ് ഈ കുരിശുമല കയറുന്നത്. ഇപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ആൾക്കാർ വന്നപ്പോൾ നമ്മൾ ചോദിച്ചു. അപ്പോൾ അവിടെ കുരിശുമല രാവിലെ കഴിഞ്ഞു എന്നാണ്, കുരിശുമല കയറി വന്നു കഴിഞ്ഞു എന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് പള്ളിയുടെ അകമാണ് കേട്ടോ. നല്ല അതിമനോഹരമായി അലങ്കരിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ, പള്ളിയുടെ അകം കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഈ പള്ളിക്കകത്ത് ഇപ്പോൾ നമുക്ക് എല്ലാ ആൾക്കാരുടെ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അത് ഇതിൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ട്, ഇനി ഉയർപ്പിൻ്റെ അതിനുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആൾക്കാരെ കാണാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അടിമാലി സെൻറ്റ് ജൂഡ് പള്ളിയിലേക്കാണ് കേട്ടോ. അവിടുത്തെ കാഴ്ചകൾ നിങ്ങൾ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ സെൻറ്റ് ജൂഡ് പള്ളിയിലെ റോസറി ഗാർഡനിലാണ് കേട്ടോ നിൽക്കുന്നത്. ഇപ്പോൾ ഈ റോസറി ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാതാവിന് ഗബ്രിയേൽ പ്രത്യക്ഷപ്പെട്ട് യേശുവിൻ്റെ ജനന അറിയിപ്പ് പറയുന്നത് മുതൽ യേശുവിൻ്റെ ജനനം, അങ്ങനെ യേശുവിൻ്റെ പീഡാനുഭവം, കുരിശുമരണം, അതെല്ലാം കഴിഞ്ഞ് മാതാവിൻ്റെ സ്വർഗ്ഗാരോഹണം, കിരീടധാരണം, അതുവരെയുള്ള സംഭവങ്ങളാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അതാണ് സെൻറ്റ് ജൂഡ് പള്ളിയിലെ റോസറി ഗാർഡൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിമാലി സെൻറ്റ് ജൂഡ് പള്ളിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പള്ളിയുടെ ഫ്രണ്ട് ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ തിരുക്കർമ്മങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇവിടെ വൈകുന്നേരം ദുഃഖവെള്ളിയാഴ്ച RC പള്ളിയിൽ രാവിലെ ഉള്ളു പ്രോഗ്രാം, പിന്നെ കഴിഞ്ഞ വൈകുന്നേരം ആയിരിക്കാം. കാരണം നമ്മുടെ ഒരു മണിക്കൂറിനകത്ത് ഇന്ന് കുർബാനയില്ല, വിശുദ്ധ കുർബാനയില്ല. അപ്പോൾ പീഡാനുഭവ ചരിത്രം വായിക്കും, അതിനുശേഷം കുരിശിൻ്റെ വഴി ചൊല്ലി തീരും. അങ്ങനെയാണ് സാധാരണ കാത്തലിക് പള്ളിയിൽ. സെൻറ്റ് ജൂഡ് പള്ളിയുടെ ആകം ഉൾവശമാണ് നിങ്ങൾ കാണുന്നത്. കഠിനമായ വെയിലാണ്, പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മളങ്ങ് പൊള്ളിപ്പോകുന്ന ചൂട്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ദുഃഖവെള്ളിയാഴ്ച മലയാറ്റൂരായിരുന്നു കേട്ടോ പോയത്. അതും ഒത്തിരി നടക്കാനുണ്ടായിരുന്നു. കാരണം നമുക്ക് വണ്ടി കുറേ ദൂരത്തിട്ടായിരുന്നു നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അന്നും ഒരുപാട് ദൂരം നടന്നു. ഈ വർഷം നമുക്ക് പീഡാനുഭവം അത്ര തന്നെയാണ്. നമ്മളിങ്ങനെ വെയിലും കൂടെ നടക്കുക. അപ്പോൾ നമ്മുടെ പള്ളിയിൽ ഇത് മാത്രം, നമുക്ക് മറ്റുള്ള പള്ളികളിൽ ഇങ്ങനെ തിരുക്കർമ്മങ്ങളൊക്കെ കാണിക്കാമെന്ന് കരുതിയാണ് ഞങ്ങളിങ്ങനെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവാണ് കേട്ടോ. നമ്മുടെ ബാക്കിയുള്ള ശുശ്രൂഷകൾ നമ്മുടെ ഇടവകപ്പള്ളിയിൽ നമുക്ക് കാണാം. ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ഞങ്ങളുടെ ആത്മത്തിനതിനാലെ രക്ഷയുണ്ടായെന്ന് ഞങ്ങൾ കുമ്പിടുന്നു. തമ്പുരാനെ എഴുന്നള്ളി വരുമ്പോൾ ഞങ്ങളെയും ഓർക്കണമേ എന്ന് കടനോടുകൂടി ഞങ്ങളും ചൊല്ലുന്നു. ആത്മാക്കളെ രക്ഷിച്ചൊരു സ്ലീബ ഞങ്ങളുടെ ആത്മത്വത്തിന് അതിനാല് രക്ഷയുണ്ടായി എന്ന് ശ്രീബായെ ഞങ്ങൾ കുമ്പിടുന്നു. തമ്പുരാനെ നീ എഴുന്നള്ളി വരുമ്പോൾ ഞങ്ങളെയും ഓർക്കണമെന്ന് കള്ളനോടുകൂടി ഞങ്ങളും ചൊല്ലുന്നു. ദുർമുഖജന സംസാരങ്ങൾ
വഷളുകൾ പറയും നീ ജന്മ പെരുമഴ പോലെ നേരം
ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷയെപ്രതി കുരിശാൽ തൂക്കപ്പെട്ട മിശിഹായവരായി വിശുദ്ധ ശ്രീവാൻ ഞങ്ങൾക്ക് സമാധാനത്തിന്റെ ലക്ഷ്യവും വിജയത്തിന്റെ പതാകയും രക്ഷയുടെ ആയുധവുമായി തീരുമാനങ്ങളെ ഞങ്ങളുടെ കർത്താവിന്റെ ദൈവവും ഇതിന്റെ പാർശ്വങ്ങളിൽ ഞങ്ങളെ സംരക്ഷിച്ച് അതിന്റെ വിജയശക്തിയാൽ ഞങ്ങളെ കാത്തോളണമേ. ദൈവമായ കർത്താവേ, നിന്റെ ജയകരമായ സ്നേഹയുടെ മുദ്ര മൂലം നിന്റെ ഇടാകയിലെ ആടുകൾ അഹങ്കാരിയായ ആകൽക്കസായുടെ സകല വശീകരണ തന്ത്രങ്ങളിൽ നിന്നും ദുരാഗ്രഹികളായ ദുഷ്ടമനുഷ്യരുടെ ദുഷ്ടതയിൽ നിന്നും സംരക്ഷിക്കപ്പെടുവാൻ ഞങ്ങളെ നിയോഗ്യരാക്കണമേ. ഞങ്ങളെ പ്രതി അറുക്കപ്പെട്ട യഥാർത്ഥ ഇടയനായ മിശിഹ, നിനക്ക് ഞങ്ങൾ സ്തുതി കരയേറ്റുന്നു. ഹോശോ വബകുലസ്മാൻ ലവുൽമീ. ഇതിപ്പോൾ വെള്ളിയാഴ്ചയിൽ ശുശ്രൂഷ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കയ്പുനീര് കൊടുക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കയ്പുനീര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാവയ്ക്കയും ചെന്നിനായകവും വിനാഗിരിയും കൂടെ ചേർത്ത ഒരു പാനീയമാക്കിയാണ് കൊടുക്കുന്നത്. യേശു ദാഹിക്കുമെന്ന് പറഞ്ഞപ്പോൾ യേശുവിന് ചൊറുക്ക് കൊടുത്തതിനെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് നമുക്ക് കയ്പുനീര് കുടിക്കുന്നത്. ഞങ്ങൾ കുമ്പിടുന്നു.